அல்லேலூயா. இந்த விஷயங்களுக்காக மறுபடியும் தயவு செய்து உங்களுடைய வீடுகளில் ஜெபியுங்கள். ഈ വിഷയങ്ങൾക്ക് വേണ്ടി തുടർന്ന് നിങ്ങളുടെ ഭവനങ്ങൾ ദയവായി പ്രാർത്ഥിക്കണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ദേശത്തിലെ നിലവരം നിങ്ങൾക്ക് തെരിയും. ദേശത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. போன வருடம் 18ஆம் ஆண்டில் மட்டும் பேப்பரில் வந்த ஒரு விஷயம்தான் 1.5 ലക്ഷം ജനങ്ങൾ താൻ തർക്കൊല ചെയ്താர்கள். കഴിഞ്ഞ വർഷം 2018 മാത്രം 1.5 ലക്ഷം പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഗ്രാമത്തിലെ മക്കളല്ല, പഠിച്ചവர்கள், ഗ്രാമവാസികളല്ല, വിദ്യാഭ്യാസമുള്ളവർ. ദേവന് പലവിധ സൂഴ്நிலைയിൽ, പലവിധ സാഹചര്യങ്ങളിൽ തർക്കൊല ചെയ്താൽ, ആത്മഹത്യ ചെയ്തു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എത്രയോ എല്ലാം சொல்லாமலே உங்களுக்கு പൊരുളാധാര നെരുക്കടി തെരിയും. ഞാൻ അറിയാതെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ. ജെറ്റ് എയർവേസ് നിന്നു വിട്ടത്, ജെറ്റ് എയർവേസ് നിന്ന് പോയി. 50,000 പേരുടെ വേല പോണത്, 50,000 പേരുടെ ജോലി പോയി. എന്നെ ചെയ്യുവാങ്ക, എന്ത് ചെയ്യും? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എത്രയോ പെരിയ പെരിയ കമ്പനികൾ മൂടി വരികയില്ല. എത്രയോ വലിയ കമ്പനികളാണ് പൂട്ടി പോകുന്നത്. ചെയ്തവங்க എങ്ക പോവാങ്ക? ജോലി ചെയ്യുന്നവരെവിടെ പോകും? കടം കൊടുത്ത് വീട് വാങ്ങിയിരിക്കലാം, കടമെടുത്ത് വീട് പണിതിരിക്കാം, പിള്ളകളെ പഠിക്ക വെച്ചിരിക്കലാം, കുട്ടികളെ പഠിപ്പിച്ചിരിക്കാം. എങ്ക പോകും? എവിടെ പോകും? വേല കിടക്കുമോ? ജോലി ലഭിക്കുമോ? അതിനാൽ ചിലർ തർക്കൊല ചെയ്യുകയാണ്. അതുകൊണ്ട് ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ചിലറുകൾ ഊരെല്ലാം ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാர்கள். ചിലരിങ്ങനെ ദേശത്ത് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കും, അലഞ്ഞു ചുറ്റിക്കൊണ്ടേ ഇരുന്ന ഒരാളിങ്ങനെ പറയുകയായിരുന്നു, ഒരു നല്ല മനുഷ്യനെ പോലെ തിരിഞ്ഞത് കണ്ടാൽ ഒരു നല്ല മനുഷ്യനെ പോലെ. ചുറ്റിട്ടേ ഇരിக்கிறீங்க. ഞാൻ ചോദിച്ചു, എന്താ സഹോദരൻ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്? പാസ്റ്റർ വേല പോച്ചു, പാസ്റ്റർ ജോലി നഷ്ടമായി, നിമ്മതിയില്ല, സമാധാനമില്ല, എങ്കാവതും ജീവനെ ഒടുക്കലാമെന്ന് നിனைத்து പോയിട്ട് ഇരിக்கிறேன். എവിടെയെങ്കിലും പോയി മരിച്ചാൽ മതി എന്ന് പോയിടത്തിലെല്ലാം ഞാൻ വേല കേൾக்கிறேன். ഞാൻ പോകുന്നിടത്തൊക്കെ ജോലി ചോദിക്കും. എല്ലാ കമ്പനിയും കയറി ഇറങ്ങി വരികയും, എല്ലാ കമ്പനികളും കയറി ഇറങ്ങുന്നു. എങ്കും വേലയില്ല, എവിടെയും ജോലിയില്ല. അത് ഉണ്മതാണ്, അത് സത്യമാണ്. വേല എവിടെയാണ് ജോലി? നിങ്ങൾക്ക് തെരിയും, നിങ്ങൾക്കറിയാം. അപ്പോ ഇവിധமான മക്കൾക്കാக നാം താൻ സ്തോത്രം പണി ദേവസമൂഹത്തിലെ ഏറെടുക്ക വേണ്ടി, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നാം ആണ് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ താൻ ഏതാവത് ഒരു വഴി ആഴ്ചപ്പെടുത്ത വേണ്ടും. ദൈവം ഏതെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണം. ദേവൻ വഴി തുറപ്പ, ദൈവം വഴി തുറക്കും. ആകയാൽ പൊരുളാധാര നെരുക്കടിയിൽ പാടുപെടുകിற മക്കൾക്കാക, അതുകൊണ്ട് സാമ്പത്തിക ബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കൾക്ക്, ജനങ്ങൾക്ക്, തീവ്രവാദികളാൽ പോരാടുകിற ദേശത്തുക്കാക, തീവ്രവാദികൾ പോരാടുന്ന ദേശങ്ങൾക്ക്, ചീറ്റങ്ങളാൽ, പ്രകൃതിക്ഷോഭങ്ങളാൽ, പാപത്താൽ പാപം പെരുകി വരികയില്ല. എല്ലാം சொல்ல നേരമില്ല. പാപം വർദ്ധിച്ചു വരുന്നു, പറയാൻ സമയം. നമ്മുടെ ചെയ്തിത്താളിൽ വരുகிறதான ചെയ്തികൾ, ഇതെല്ലാം പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. ചിലതെല്ലാം കട്ട് പണി വെച്ച് ഇവളോ വായിച്ച്, ചിലതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രത്തോളമായി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാലത്തെ നമ്മളെ ചെയ്യக்கூடிയത് സ്തോത്രം പണ്ണല. അതുകൊണ്ട് നമ്മൾ കഴിയുന്ന ദൈവവും പറഞ്ഞു. ചിലർക്ക് ഈ സ്തോത്രത്തിൽ ഒരു വിശ്വാസമില്ല, ചിലർക്ക് ഈ സ്തോത്രത്തിൽ ഒരു വിശ്വാസമില്ല. എല്ലാ സ്തോത്രം, എന്ത് സ്തോത്രം? സ്തോത്രം ചെയ്ത എല്ലാ കിടക്കും. സ്തോത്രം ചെയ്താൽ എന്ത് കിട്ടും? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആണ്ടവർ എന്നെ சொன்னார், കർത്താവ് എന്താണ് പറഞ്ഞത്? முதலாம் തെസ്സലോനിക്കർ, നമ്മുടെ പ്രസംഗ വിഷയമല്ല, முதலாம் തെസ്സലോനിക്കർ 5:18, 1 തെസ്സലോനിക്കർ 5:18 எல்லாவற்றுக்கும் ஸ்தோத்திரம் பண்ணுங்கள், இப்படி செய்வதே கிறிஸ்துவேசுவுக்குள் உங்களை குறிച്ചുള്ള ദേവസിദ്ധം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതെല്ലാം നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. നിങ്ങളുടെ வாழ்க்கைയിൽ ഏതാവതും പ്രശ്നങ്ങൾ വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യാധിയാകട്ടെ, രോഗമാകട്ടെ, കടം തൊല്ലയാകട്ടെ, കടപ്രശ്നമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഭാരപ്പെടാതെ, കവലപ്പെടാതെ, നിങ്ങൾ ആകുലരാകാതെ വിശ്വാസിച്ച്, കർത്താവിൽ വിശ്വസിച്ച്, കരങ്ങളെ ഉയർത്തി നല്ല സ്തോത്രം പണ്ണണം, നന്നായി സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്താൽ ദേവൻ അപ്പടിയെ ചെയ്വാർ. സ്തോത്രം ചെയ്താൽ ദൈവം അങ്ങനെ തന്നെ. ആയിരക്കണക്ക് വിഷയങ്ങൾ சொல்றதுக்குണ്ട്, എനിക്ക് ആയിരക്കണക്കിന് വിഷയങ്ങൾ പറയാനുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാ പകുതിയിലും, എല്ലാ ഭാഗത്തും. അരസാംഗത്തെയും കൂടെ മാറ്റല്ല, ഗവൺമെന്റിനെ പോലും മാറ്റുവാൻ കഴിയും. ഞാൻ പൂന്തമല്ലിയിൽ ഇരിക്കുമ്പോൾ, ഞാൻ പൂന്തമല്ലിയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് എംജിആറിന്റെ ആളുകയിൽ, എംജിആർ ആണ് ഭരിക്കുന്നത്. ഒരു ബസ്സുണ്ട്, എക്സ്പ്രസ് ബസ്. അവിടെ ഒരു എക്സ്പ്രസ് ബസ്. കാലത്തിന്റെ ബസ്സിന്റെ പേര് TTC, തിരുവള്ളുവർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, TTC சொல்லுவாங்க. TTC എന്നാണ് അന്നത്തെ ബസ്സിന്റെ പേര്. அப்போதுதான் அது புதுசாக டிக்ளேர் சொல்லி வெளியே விட்டது. അപ്പോഴാണ് അതിലെല്ലാം TV വെച്ചാണ്, അതിൽ TV വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം പയണം பண்ண முடியாது. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല ബസ്. അപ്പോ
നല്ല TTC. നല്ല ബസ്സാണത്. നല്ല ബസ്, നല്ല ബസ്സാണ്. അല്ല നമ്മൾ പയണം പണ്ണ മുടിയാ, ഇന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, കാരണം TV. കാരണം TV. അപ്പൊ ഞാൻ சொன்னேன், അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളും പയണം പണ്ണണം, നമുക്ക് യാത്ര ചെയ്യണം, നമ്മളും ടാക്സ് കൊടുക്കണം, നമ്മളും ടാക്സ് കൊടുക്കണം. നമ്മുടെ ബസ് നമ്മുടെ ബസ്സാണ്, TV ഇതിന്ന് എടുക്കണം. അതുകൊണ്ട് TV ഇതിൽ നിന്ന് എടുക്കണം. സ്തോത്രം பண்ணுங்க. സ്തോത്രം ചെയ്യും. ഫ്രൈഡേ இதுக்காக நான் ஸ்தோத்திரம் பண்ணுவதுண்டு. എല്ലാ വെള്ളിയാഴ്ചയും അതിനുവേണ്ടി സ്തോത്രം ചെയ്യാൻ തുടങ്ങി. അടുത്ത വെള്ളിക്കിഴമയ്ക്കുള്ള TV എടുത്താச்சு. അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിലെ TV ഇപ്പൊ ബസ്സിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ TV ഇല്ല. ഇപ്പൊ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിൽ TV ഇല്ല. MGRന്റെ മനത ദേവൻ മാറ്റിനാർ. MGRന്റെ മനസ്സ് ദൈവം മാറ്റി. അതുപോലെ ഗിണ്ടിയിലെ കുതിരപ്പന്തയമുണ്ട്. ഗിണ്ടിയില് കുതിരപ്പന്തയമുണ്ട്. മദ്രാസിൽ ഗിണ്ടി എന്ന് പറയുന്നത് പലർക്കും തെരിയും, നിങ്ങൾക്ക് പലർക്കും അറിയാം. പലരും പോയി പണത്തെ വീണാക്കി ഇരിക്കലാം, പലരും പോയി പണം കളഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വിശ്വാസിയുണ്ട്, നമുക്കൊരു വിശ്വാസി, വിശ്വാസി, ഒരു നല്ല വിശ്വാസി, തങ്കமான നല്ല തങ്കമായ ഒരു വിശ്വാസി. ജോസഫ് എന്ന് പേര്. ജോസഫ് എന്നാണ് പേര്. ദേവനക്ക് മഹിമ. ദൈവത്തിന് അവനക്കൊരു പൈത്യം, തനിക്കൊരു ഭ്രാന്ത്. അവൻ പോർട്ടില് നല്ല വേലയിലിരുന്നവൻ. താൻ പോർട്ടില് നല്ല ജോലിയിലായിരുന്നു. അവൻ അഡ്വാൻസ് പണം അന്ത പണം ഇന്ത പണം വാങ്ങി இந்த கிண்டியில் கொண்டு போடுவாங்க. താൻ അഡ്വാൻസും മറ്റുമൊക്കെ വാങ്ങി പണമെല്ലാം വാങ്ങി ഗിണ്ടിയിൽ. കുതിര മുതലിൽ വരണം, തന്റെ ഈ കുതിര ആദ്യം വരണം. കടസിൽ അന്ത കുതിര കടസി താൻ വരും. അവസാനം ആ കുതിര ഏറ്റവും പുറകിലാ വരുന്നത്. പണത്തെ എല്ലാം വീണാക്കി, പണമെല്ലാം നഷ്ടപ്പെടുത്തി നേരെ എങ്കിട്ട താൻ വരും. അവസാനം എന്റെ അടുത്ത് വന്നു, പണമെല്ലാം പോச்சு, പണമെല്ലാം പോയി, വീട്ടിക്ക് പോകാൻ മുടിയാതെ, വീട്ടിൽ പോകാൻ പറ്റില്ല, ഇങ്ങ 2 നാൾ തങ്ക പോറேன், ഞാൻ ഇവിടെ 2 ദിവസം നിൽക്കാം. ദേവനക്ക് മഹിമ. ദൈവത്തിന്റെ മഹത്വം. ഇപ്പടി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്രയോ മുറ ഇങ്ങനെ 1, 2, 3 അല്ല അനേക പ്രാവശ്യം സ്തോത്രം വെച്ചോ. ഞാൻ സ്തോത്രം ചെയ്യാൻ സ്തോത്രം പണ്ണുங்க. ഇതിനുവേണ്ടി സ്തോത്രം ചെയ്യാം. വെള്ളിക്കിഴമ സ്തോത്രം വെച്ചോ. വെള്ളിയാഴ്ച സ്തോത്രം. അടുത്ത വെള്ളിക്കിഴമയില് ഗിണ്ടിയിലെ കുതിരപ്പന്തയത്തെ സ്റ്റോപ്പ് പണി വെച്ചു. അടുത്ത വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ഗിണ്ടിയിലെ കുതിരപ്പന്തയം നിർത്തി. ഇപ്പം കുതിര അങ്ങയുണ്ട്, ഗ്രൗണ്ട് അങ്ങയുണ്ട്, അന്ന പോട്ടിയില്ല. ഇപ്പോൾ കുതിര എവിടെയുണ്ട്, ഗ്രൗണ്ടും ഉണ്ട്, പക്ഷെ അവിടെ മത്സരമില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇതേപോലെ സ്തോത്രത്തിക്ക് വല്ലമയുണ്ട്. ഇതുപോലെ സ്തോത്രത്തിന് ശക്തിയുണ്ട്. എത്ര പേർ വിശ്വാസിക്രീരുകൾ? എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ പിള്ളകൾ ഇപ്പൊ സ്തോത്രം ചെയ്ത് ഹൈയസ്റ്റ് മാർക്ക് വാങ്ങുறாங்க. നമ്മുടെ കുട്ടികൾ ഇപ്പൊ സ്തോത്രം ചെയ്ത് ഏറ്റവും 1ാമത്തെ മാർക്ക് വാങ്ങുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ബോംബെയിൽ ഇരിക്കുമ്പോൾ, ഞാൻ ബോംബെയിലായിരിക്കുമ്പോൾ 4 ഗേൾസ്, 4 ഏഴപ്പെട്ട മക്കൾ, സാധാരണക്കാർ. 1 വർഷം 2 വർഷം പഠിച്ചാൽ ഒരു വകുപ്പ് താണ്ട മുടിയും. 1, 2 വർഷം പഠിച്ചാൽ ഒരു ക്ലാസ് അവർക്ക് കടക്കുവാൻ കഴിയുള്ളൂ. ഞാൻ சொன்ன നീ ഭയപ്പെടാതെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ. MBBS പഠിக்கிறവൻ 4 വർഷം പഠിച്ചാൽ MBBS ഡിഗ്രി கிடைக்கும். നീ 2 വർഷത്തില് അടുത്ത വകുപ്പൊക്കെ പോറീങ്ങളെ, എவ்வளவு பெரிய കാര്യം. MBBS പഠിക്കുന്നവർക്ക് 4 വർഷം കൊണ്ടാണ് MBBS കിട്ടുന്നത്. നീ 2 വർഷം എടുത്ത് അടുത്ത ക്ലാസ്സിലേക്കെങ്കിലും കടക്കുന്നല്ലോ, വലിയ കാര്യം തന്നെ. അപ്പൊ ഞാൻ അന്ത പിള്ളകളെ വെച്ച്, അപ്പൊ ഞാൻ ആ കുട്ടികളെ വിളിച്ച് സ്തോത്രങ്ങളെ ചൊല്ലിക്കൊടുത്ത്, സ്തോത്രം പഠിക്ക വയ്ക്ക്, വചനം വായിപ്പിച്ചു. 4 പിള്ളകളും 4 കുട്ടികളും. നിങ്ങൾ പോയി കേളുങ്ക, നിങ്ങൾ പോയി ചോദിക്കുക. அவங்க +2 முடிச்சு, +2 കഴിഞ്ഞ്, BCom முடிச்சு, BCom കഴിഞ്ഞ്, MCom முடிச்சு, MCom കഴിഞ്ഞ്, MBA முடிச்சு, MBA ചെയ്ത് ICICയിൽ ഇപ്പൊ വേല, ICICയിൽ ഇപ്പോൾ ജോലിയാണ്. 4 പേർക്കും 7 പിള്ളകൾ ദരിദ്രരായ കുട്ടികളാണ്. 60,000 രൂപ 70,000 രൂപ ഇപ്പൊ ശമ്പളം. 60,000 70,000 രൂപ ശമ്പളം. ഒരു ട്യൂഷനുമില്ല. നമ്മുടെ പിള്ളേർക്ക് ട്യൂഷൻ ഇല്ലാവിട്ട് ഒന്നും വരാതെ. നമ്മുടെ കുട്ടികൾക്കാണ് ട്യൂഷൻ ഇല്ലെങ്കിൽ സൺഡേ ക്ലാസ് അനുപ്പുറതില്ല, കൂട്ടങ്ങൾക്ക് അനുപ്പുറതില്ല, സൺഡേ സർവീസ് അനുപ്പുറതില്ല. പിള്ളേങ്ക അത് ട്യൂഷൻ സൺഡേ സ്കൂളിൽ ട്യൂഷന് പോയിരിക്കുകയാണ്. ഒരു യോഗത്തിന് പിള്ളേകളെ പാരുങ്ക. ഈ കുട്ടികളെ നോക്കുക. ഇപ്പൊ ICICI ബാങ്കിൽ വേല, ICICI ബാങ്കിൽ ജോലിയാണ്. രണ്ടാമത്തെ മൂത്ത ഒരു മകൾക്ക് കല്യാണം വന്നത്. മൂത്ത മകൾക്ക് അടുത്തായിട്ട് കല്യാണം വന്നു. ഞാൻ കല്യാണം നടത്തി വയ്க்கிறேன். ഞാനാണ് കല്യാണം നടത്തിയത്. ഞാൻ சொன்ன இந்த മണവാട്ടി உங்களுக்கு தெரியுமா? ഞാൻ ചോദിച്ചു, മണവാട്ടി നിങ്ങൾക്ക് അറിയാമോ? മക്ക് പിടിച്ചവൻ, ഒരു ബുദ്ധിയില്ലാത്തതാണ്. മക്ക് പിടിച്ചവൻ. ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞു. ഇപ്പൊ അവൾ ആരെന്ന് തെരിയുമോ? ഇപ്പോൾ ഇവൾ ആരാണെന്ന് അറിയാം. ICICI ബാങ്കിലെ 1,000 രൂപ ശമ്പളം വാങ്ങുന്നവർ. ഇപ്പൊ ICICI ബാങ്കിൽ 1,000 രൂപ ശമ്പളം മേടിക്കും. +2 മുടിച്ച്, +2 കഴിഞ്ഞ്, BCom, MCom, MBA. ഒരു ട്യൂഷനുമില്ല. ICICI ബാങ്കിൽ വേല, ICICI ബാങ്കിൽ ജോലി. അവരുടെ അപ്പതാ ഉட்கார்ந்துட்டு இருக்கிறாரு. ഫിലിപ്പോസ്. തന്റെ പിതാവാണ് ഫിലിപ്പോസ് ഇരിക്കുന്നത്. ഫിലിപ്പോസ് എഴുന്നേറ്റ്. താൻ എഴുന്നേറ്റ്. ഇതാ അപ്പ, ഇതാണ് പിതാവ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന്. ഓട്ടോറിക്ഷ ഓടിക്കുന്നു. എപ്പടി ഇതെല്ലാം കിടച്ചത്? എങ്ങനെയാണ് ഇതെല്ലാം ലഭിച്ചത്? സ്തോത്രത്താൽ. എത്ര പേർ വിശ്വാസിക്രീരുകൾ? എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ ചെയ്ത് നോക്കുക.
அது ஆண்டவரோட வசனம், അത് ദൈവത്തിന്റെ വചനം, தேவனுக்கு மகிமை. ദൈവത്തിന്റെ இந்த മഹത്വം. சத்தியம் எனக்கு சொல்லி தந்தது பாஸ்டர் ஏசியப்பச்சன் தான். ഈ സത്യം എനിക്ക് പറഞ്ഞു തന്ന പാസ്റ്റർ ഏസിയപ്പച്ചനാണ്. 1947 ആണ്ടില് 1947 വർഷം ഏറെക്കുറെ 46 47 46 ഏസിയപ്പച്ചനക്ക് കൊട്ടാരക്കരയിൽ ഇരുന്ന് മദ്രാസുക്ക് ഒരു മാറ്റം. പാസ്റ്റർ ഏസിയപ്പച്ചന് കൊട്ടാരക്കരയിൽ നിന്ന് മദ്രാസിലേക്ക് ട്രാൻസ്ഫർ ആയി. 1935 ഏസിയപ്പച്ചൻ ഊഴിയத்துக்கு വന്ന 1935 ഏസിയപ്പച്ചൻ ശുശ്രൂഷയ്ക്ക് വന്നത്. 35 ആണ്ട് നവംബർ 27 ഊഴിയத்துக்கு എടുത്താൽ സിലോണിൽ വെച്ച് 35 വർഷം നവംബർ 27 സിലോണിൽ വെച്ച് ഏസിയപ്പച്ചൻ അഭിഷേകം പറവില്ല. അപ്പോൾ ഏസിയപ്പച്ചൻ അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പറയാമലേ ഊഴിയத்துக்கு എടുത്ത അഭിഷേകം പ്രാപിക്കാതെ തന്നെ സുവിശേഷ വേലയ്ക്ക് അഭിഷേകവും പറയണം, ഇന്നേക്ക് 3 വർഷവുമാകണം. അഭിഷേകം പ്രാപിച്ച് 3 വർഷം കഴിയണം. ഇന്ന് നല്ല തെളിവാക പേസണം, നല്ല വ്യക്തമായിട്ട് ഏതോ പേസുവാങ്ക റിജക്ട്. ഇങ്ങനെ അന്യഭാഷ പറയുന്നവരെയൊക്കെ തള്ളിക്കളയും. അന്യഭാഷ ഭാഷതാ അന്യഭാഷ ഒരു ഭാഷ തെളിവാക പേസുങ്ക, വ്യക്തമായിട്ട് സംസാരിക്കണം. ഏതോ പേസിനാ പോതാതെ എന്തെങ്കിലും പറഞ്ഞാൽ പോലെ. അതിനാ ചിലർക്ക് ഇളപ്പാറുതലില്ല. അതുകൊണ്ടാണ് അന്യഭാഷ പേസും പോലെ അന്യഭാഷ സംസാരിക്കുന്നത്. ആശ്വാസം, ഇളപ്പാറുതൽ, സ്വസ്ഥത, ദേവൻപ്, ദൈവസ്നേഹം, നീതി, സമാധാനം, സന്തോഷം, വിടുതൽ, മുഖത്തടിയെ മുറിയടിക്കും, മുഖത്തെ ജീവിതത്തിൽ വളരെ മുടിയും, ആത്മീക ജീവിതത്തിൽ വളരെ 75 ആശീർവാദങ്ങൾ, 75 അനുഗ്രഹങ്ങളുണ്ട്. 75 ആശീർവാദം, 75 உங்களை உற்சாகப்படி കൈത്തട്ടി ആവിയിൽ നിറമ്പുക, അന്യഭാഷ പേസുങ്ക എന്ന് சொல்லுகிறோം. അതുകൊണ്ടാണ് ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്. ഏസിയപ്പച്ചൻ 1935 ആണ്ട് നവംബർ 27 സിലോണിലെ ഒരു കൺവെൻഷനിൽ ഊഴിയத்துக்கு ദേവൻ വേർപിരിച്ചാർ. 1935 നവംബർ 27 സിലോണിൽ വെച്ചുള്ള ഒരു കൺവെൻഷൻ. 41 ആണ്ടിൽ അവർക്ക് തിരുവല്ലാവുക്ക് മാറ്റം. 41 വർഷം തിരുവല്ലാവിലെ ഒരു പാസ്റ്റർ, തിരുവല്ലയിലെ ഒരു പാസ്റ്റർ, നല്ലൊരു പാസ്റ്റർ നമ്മെ വിട്ട് വിലകിനാർ. നമ്മുടെ വേല വിട്ടുപോയി. പാസ്റ്റർ PM ജോർജ് നമ്മെ വിട്ട് വിലകിനാർ, നമ്മെ വിട്ടുപോയി. അന്തടത്ത് ഏസിയപ്പച്ചൻ വന്ന അവിടേക്ക് മിகவும் കഷ്ടം, വളരെ കഷ്ടം. அந்த வேலையை கட்டி எழுப்பினார். എങ്ങനെയെങ്കിലും ആ വേല அதுக்கு பிறகு கொட்டாரக்கரைக்கு மாற்றம், അതിനുശേഷം കൊട്ടാരക്കരയ്ക്ക് മാറ്റം, കൊട്ടാരക്കര വേലയും എളുപ്പിനാർ. കൊട്ടാരക്കര വേലയും அதுக்கு பிறகு சென்னைக்கு மாற்றம், അതിനുശേഷം ചെന്നൈക്ക് മാറ്റം. ചെന്നൈയിൽ ഒരു പാസ്റ്റർ നമ്മെ വിട്ട് വിലകിനാർ. ചെന്നൈയിലും ഒരു പാസ്റ്റർ നമ്മെ വിട്ടു പോയതാ. ദൈവത്തിന് പാസ്റ്റർ സുന്ദരം അങ്ങയും വലിയ പ്രശ്നം, അവിടെയും വലിയ പ്രശ്നമായി. ആ നാളുകളിൽ അവർക്കൊരു കാർ കിടച്ചത്, തനിക്കൊരു കാർ ലഭിച്ചു. മോറിസ് മൈനർ ആ കാർ എടുത്ത് നമ്മുടെ ഒരു വിശ്വാസി സഹോദരനും ഒരു ഡ്രൈവറും റായ്പുരത്തേക്ക് ചുമ്മാ ഓട്ടത്തിക്കാക കൊണ്ടുപോന്നാർ. റായ്പുരത്തേക്ക് വെറുതെ ഓടിച്ചു നോക്കാൻ കൊണ്ടുപോയി. ഒരു മാട്ടുവണ്ടിയിൽ പോയി ഇടിച്ചു, കാളവണ്ടി പോയി ഇടിച്ചു. മാട്ടുവണ്ടിക്കാരൻ കീഴെ വീഴുന്നു, കാളവണ്ടിക്കാരൻ താഴെ പോയി. നമ്മുടെ വണ്ടിയുടെ വീൽ അവന്റെ തലയിൽ മോദിനത്, നമ്മുടെ കാറിന്റെ വീല് ചെന്ന് അവന്റെ മണ്ട ഉടഞ്ഞത്, തല പിളർന്നു. തൂക്കി ആസ്പത്രിയിൽ കൊണ്ടുവന്ന, എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ഇല്ല. നേഴ്സ് சொன்னாங்க ഇത് ഇറந்து പോയിടുവാങ്ക. നേഴ്സ് പറഞ്ഞത് മരിച്ചു പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവര് പോയി. മുഴുവതും കരങ്ങളെ ഉയർത്തി, രാത്രി മുഴുവൻ കരങ്ങളെ സ്തോത്രം ചെയ്തു. 10 മണിക്ക് മുഴങ്കാൽ പൊട്ടവർ, 10 മണിക്ക് മുഴങ്കാലിൽ നിന്ന് 4 മണിക്ക് സ്തോത്ര ജപം കേട്ടപ്പോൾ താൻ കണ്ണു തുറന്ന് പാക്കുറാർ. 4 മണിക്ക് സ്തോത്ര പ്രാർത്ഥന കേട്ടപ്പോഴാണ് സ്തോത്ര ജപത്തിക്ക് പോയി, സ്തോത്ര പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പോൾ സീനിയർ സിസ്റ്റർ, മദ്രാസിലെ സീനിയർ സിസ്റ്റർ സൗഭാഗ്യം, മദ്രാസിലെ സീനിയർ സിസ്റ്റർ സൗഭാഗ്യമാണ്. പാസ്റ്റർ AC തോമസ് ഉദവി ഊഴിയർകൾ പാസ്റ്റർ KC വർഗീസ്, അപ്പോൾ അത് ബ്രദർ വർഗീസ് താൻ. പാസ്റ്റർ AC തോമസിന്റെ കൂട്ടു ശുശ്രൂഷകരാണ്. തിരുവല്ല ഊഴിയത്തിനാൽ കടൈത്ത ആത്മാവ് താൻ KC വർഗീസ്. AC അപ്പച്ചന് തിരുവല്ലയിലെ വേല നിമിത്തം ലഭിച്ചതാണ് പാസ്റ്റർ KC വർഗീസ്. CG വർഗീസ്, AG ചാക്കോ, AG തോമസ്, AC കുഞ്ഞമ്മ, ഇതെല്ലാം അവരുടെ ഊഴിയത്തിൽ കടൈത്ത ആത്മാക്കൾ. ഇതെല്ലാം തന്റെ ശുശ്രൂഷയിൽ ലഭിച്ച ആത്മാക്കളാണ്. ഇത് KC വർഗീസ് ഊഴിയத்துக்கு വന്ന ഉടനെ ഈ KC വർഗീസ് ശുശ്രൂഷ വരങ്ങളാൽ നിറഞ്ഞു. ആലപടിനാൽ ഊഴിയத்துக்கு പെരിയ പ്രയോജനം. അതുകൊണ്ട് വേലയ്ക്ക് നല്ല അവരെയും കൂട്ടിക്കൊണ്ടു പോന്ന, തന്നെയും കൂട്ടിക്കൊണ്ടുപോയി. അപ്പോ இந்த ആക്സിഡന്റ് വിഷയം സൗഭാഗ്യ മദർക്കും പാസ്റ്റർ KC വർഗീസുக்கு மட்டும் சொன்னாங்க. ഈ അപകടത്തിന്റെ കാര്യം സൗഭാഗ്യ മദറിനോടും അതുപോലെ സ്തോത്രത്തിൻ വല്ലമയെ കുറിച്ച് സ്തോത്രത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുകയാണ്. യാർക്കാവത് സ്തോത്രത്തില് എന്ന ഒരു പുച്ഛം ഇരുന്നാൽ മാറ്റിക്കൊള്ളുക. ആർക്കെങ്കിലും സ്തോത്രത്തെ കുറിച്ച് ഒരു പുച്ഛമുണ്ടെങ്കിൽ മാറ്റിക്കൊള്ളുക. ചിലർക്ക് സ്തോത്രം എന്നാ സ്തോത്രം, ചിലർ പറയും എന്ത് സ്തോത്രം.
ஊழியக்காரன் சொல்றாங்க, വേലക്കാരും പറയുന്നുണ്ട്. சோத்திரம் பண்ணுங்க. ஆமா சோத்திரம். സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. ആ സ്തോത്രം. പിന്നെ சோத்திரம் അല്ലാതെ என்ன சூத்திரமா? സ്തോത്രമല്ല പിന്നെന്താ? சோத்திரம் தான். സ്തോത്രം പറയണം. எனக்கு எத்தனையோ எத்தனையோ எத்தனைയോ எத்தனைയോ അനുഭവങ്ങളുണ്ട്. എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ രുചിച്ചവൻ. ഞാനത് രുചിച്ചറിഞ്ഞതാണ്. അപ്പോ 2 മണിക്ക് മണ്ട ഉടഞ്ഞതാണ്. മണ്ടോട് அப்படியே കൂടിയാச்சு. ആ തല പിളർന്ന മനുഷ്യന്റെ തല എഴുന്നേറ്റിരുന്നു. ഉടനെ സിസ്റ്റേഴ്സ് இந்த ஆஸ்பத்திரி நர்ஸ் பயந்து, ആശുപത്രിയിലെ നേഴ്സുമാർ ഭയന്നു. അവർ சத்தம் போடுறாரு. അവർ ഒച്ചയിടും. யார் என்ன இங்க கொண்டு வந்தார்? ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എதுக்கு ഇങ്ങ വരണം? എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? മാട്ടു വണ്ടി എന്റെ മാട് അங்கே, എന്റെ കാളവണ്ടി കാളയൊക്കെ എവിടെ? 2 മണിക്ക് സത്തം പോടുறாரு. രാത്രി 2 മണിക്ക് ഒച്ചയിടുക. இந்த നേഴ്സുമാർ ഭയന്നിട്ടാണ്. ഈ നേഴ്സുമാര് ഭയന്നു പോയി. ഉടനെ പക്കത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആസ്പത്രിയുടെ പോലീസ്. ആശുപത്രിയുടെ അടുത്ത് തന്നെ. ഇൻസ്പെക്ടറുടെ പേസുണ്ട്. ആ ഇൻസ്പെക്ടർ ഓടി വന്നാൽ അവര് വന്നു. അപ്പൊ സമാധാനപ്പെടുത്തി എന്നാ നടന്നത്? അപ്പൊ ചേട്ടാ മാട്ടുവണ്ടിയിൽ വന്ന് ഞാൻ കാളവണ്ടി വന്നതാണ്. മാട് വരണ്ടിരിക്കലാം. കാള വരേണ്ടതാണ് തോന്നുന്നു. കീഴെ വിഴുന്നിരിക്കും. ഞാൻ താഴെ പോയി. இந்த மாட்டுவண்டியோட வீல் என்ற தலையில் மோதி இருக்கலாம். ഈ കാളവണ്ടിയുടെ വീല് വന്ന് എന്റെ തലയിൽ இந்த காயம் வந்திருக்கலாம். അങ്ങനെയാണ് ഈ മുറിവ് വന്നതെന്ന് തോന്നുന്നു. കാറ് വന്നൊന്നും ഒന്നുമേ ഇല്ല. കാറ് വന്നൊന്നും തനിക്ക് കാലത്തില് 4 കാലേണ ഓട്ടയുള്ള കാലേണ 4 എണ്ണം കൊടുത്താங்க. ഒരെണ്ണം അന്ന് തനിക്ക് 4 കാലെണ്ണ കൊടുത്തു. അത് ഒരെണ്ണം കൊടുത്തു. കാലെണ്ണ ഞാൻ ചിന്ന വയസ്സിലെല്ലാം இந்த വിരലിൽ പോട്ടെടുത്താൽ നടക്കും. ഒരു കാലെണ്ണ കടച്ച പോട്ടിട്ട് എല്ലാരും കാട്ടും. പത്തിയാ ഡേയ് പത്തിയാ. എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളെല്ലാം ചെയ്തവങ്കത്താ. നമ്മളെല്ലാരും അങ്ങനെ ചെയ്തതായിരിക്കും. ദൈവത്തിന് 4 കാലണ തനിക്ക് 4 കാലണ കൊടുത്താൽ ഇൻസ്പെക്ടർ തനിക്ക് കൊടുത്തു. വീട്ടിൽ അനപ്പിനാங்க. വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ദേവൻ കാലയില് രാവിലെ വര சொன்னாங்க. വരുവാൻ പറഞ്ഞു. ഒരു വിശ്വാസിയും ഏസിയപ്പച്ചനും റായപുരത്തിലിരുന്ന് റായപുരത്ത് വരുമ്പോൾ ഏറ്റമുണ്ട്. ഒരു കയറ്റമുണ്ട്. அந்த ஏற்றத்தில் சைக்கிள் மிதிக்க முடியாமல் ആ കയറ്റത്തിൽ സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല. അവര് നടന്നു താൻ വന്നാര്. നടന്നു വന്നു. அந்த ആസ്പത്രിക്ക് മുന്നാലെ പോലീസ് നിന്നുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർ ആശുപത്രിയുടെ മുമ്പിൽ ഇൻസ്പെക്ടർ നിൽക്കുകയാണ്. കൂപ്പിട്ടാണ്. അങ്ങനെ കൈകാട്ടി വിളിച്ചു. ഏസിയപ്പച്ചന്റെ നല്ല ജീവൻ പോച്ചു. ഏസിയപ്പച്ചന്റെ നല്ല ജീവൻ അപ്പോഴേ പോയി. യോസിച്ച് പാരുങ്ക. ഒന്ന് 47-48 ആണ്ടിൽ നടന്ന സംഭവം. 47-48 45 ആണ്ടിൽ പാസ്റ്റർ പോൾ കർത്തർക്കുൾ നിദ്രയാണ്. 45 വർഷം പാസ്റ്റർ പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പാസ്റ്റർ ആൽവിനുടെ ആളുകയും കാലം. പാസ്റ്റർ ആൽവിന്റെ ഭരണം സിംഹം പോലെ ഇരുപ്പാർ. സിംഹം പോലെ ആയിരുന്നു. ഊഴിയത്തെ വിട്ട് പോ വെളിയെന്ന് சொன்னா என்ன ചെയ്യും? വേല വിട്ട് പോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ஏசி குஞ்சுமோளுടെ சித்திக்கு, அதாவது ஏசு குஞ்சுமோட அம்மாவுக்கு தங்கச்சிக்கு மேரேஜுக்காக வைத்த பணத்தை ஊழியத்துக்கு கொடுத்துதான் ஊழியத்துக்கு வந்தா. ആന്റിയുടെ വിവാഹത്തിന് വെച്ചിരുന്ന പണം മുഴുവൻ വേലയ്ക്ക് കൊടുത്തിട്ടാണ്. വീട്ടിൽ പോകാൻ മുടിയാതെ. അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. അവർക്ക് ഒരേ കലക്കം. തനിക്ക് ഒരേ കലക്കമായി. പാസ്സാലുവിനൊക്കെ തെരിന്താ. പാസ്സാലുവിന് അറിഞ്ഞാൽ തുരത്തുവാങ്ങളെ. എന്നെ പറഞ്ഞു വിടുമല്ലോ. എങ്ക പോവേ? ഞാൻ എവിടെ പോകും? ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആൾബലമില്ല. ആൾബലമില്ല. പണബലമില്ല. ഒന്നുമില്ല. മദ്രാസിലെ വിശ്വാസികളെല്ലാം ചിതറിപ്പോയി വിട്ടു. മദ്രാസിലെ വിശ്വാസികളെല്ലാം അപ്പോൾ ചിതറിപ്പോയിരുന്നു. അപ്പോ ഇവര് இப்படி கூப்பிட்ட உடனே நல்ல ஜீவன் போய் இனி நடக்க முடியாம தள்ளாடினாரு. വിളിക്കുന്ന കണ്ടപ്പോൾ തന്നെ നല്ല ജീവൻ പോയി നടക്കാൻ പറ്റാതെ ആടുവാൻ തുടങ്ങി. ദേവനക്ക് മഹിമ. ദൈവത്തിന്റെ മഹത്വം. നിങ്ങളൊന്ന് യോസിച്ച് പാരുங்க. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ 10 പേരെ തട്ടിപ്പെട്ടാലും നമുക്ക് നോ പ്രോബ്ലം. ഇപ്പൊ 10 പേരെ തട്ടി കൊന്നാലും നമുക്ക് നോ പ്രോബ്ലം. നമുക്ക് നോ പ്രോബ്ലം. അന്തേക്ക് ഒരു വിശ്വാസി ഒരാളെ തട്ടിപ്പെട്ടാங்க. ആ നാളെ ഒരു വിശ്വാസി ഒരാളെ നോ പ്രോബ്ലം. മരിച്ചാൽ എന്താ ഒരു കുഴപ്പമില്ല. നമുക്കെല്ലാം ആളുണ്ട്. പറഞ്ഞാ മതിയല്ലോ. ആ കാലത്തോ ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഏസിയപ്പച്ചന്റെ നിലവാരത്തെ പാർത്ത് ഏസിയപ്പച്ചന്റെ നിലവാരം കണ്ട ഇൻസ്പെക്ടർ சொன்னார். ഈ ഇൻസ്പെക്ടർ പറഞ്ഞു, സത്യമുയർത്തി சொன்னார், ഉറക്കെ പറയാ, ഉങ്ങൾ ദേവൻ പെരിയ ദേവൻ. നിങ്ങളുടെ ദൈവം വലിയ ദൈവം. സത്യമുയർത്തി சொன்னார். ഉറക്കെ പറയുകയാണ്. ഏസിയപ്പച്ചന്റെ കാതിൽ കേൾക്കുന്നതുക്കാக. അത് ഏസിയപ്പച്ചന്റെ കാതിൽ കേൾക്കാൻ. ഏസിയപ്പച്ചന് നല്ല ജീവൻ വന്നത്. അപ്പോഴാണ് ഏസിയപ്പച്ചന് നല്ല ജീവൻ വന്നത്. ഉങ്ങൾ ദേവൻ പെരിയ ദേവൻ. നിങ്ങളുടെ ദൈവം വലിയ ദൈവം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എന്നെ കേട്ട 2 മണിക്ക് അവരുടെ മണ്ടയോട് അപ്പടിയേ കൂടിയാച്ചു. 2 മണിക്ക് തന്റെ തല അങ്ങ് ഒന്നായി അവർ എളുപ്പിനാൽ
താൻ എഴുന്നേറ്റിരുന്നു, பேசினார், സംസാരിച്ചു, போயிட்டாரு. പോയി. ஒரு விஷயம் ഞാൻ ഒരണ കൊടുത്തിരിക്കുന്നത് അത് എനിക്ക് തരണം. ഞാൻ ഒരണ കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് തരണം. ഒരണ കൊടുക്കறதுக்கும் ഇല്ല, ഒരണയോ ഒന്നും കൊടുക്കാനില്ല. കൂടെ വന്ന വിശ്വാസി തന്നാൽ ഞാൻ അത് അപ്പുറം തരാം. കൂടെ വന്ന വിശ്വാസം പറഞ്ഞാൽ പിന്നീട് തരാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ இந்த விஷயம் அவர் என்கிட்ட சொன்னார். ഈ വിഷയം താൻ എന്നോട് പറഞ്ഞു. ഈ ഊഴിയത്തിലെ എന്ന പ്രശ്നങ്ങൾ വന്നാലും, എന്റെ ശുശ്രൂഷയിലും എന്ത് പോരാട്ടങ്ങൾ വന്നാലും സ്തോത്രം பண்ணுங்க, സ്തോത്രം ചെയ്യണം, സ്തോത്രം பண்ணுங்க, സ്തോത്രം ചെയ്യണം. അന്നാളിലിരുന്ന് ഇന്നാൾ വരയ്ക്ക് ഞാൻ ചെയ്തിട്ട് വരാം. ആ നാളെ മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എത്രയോ കാര്യങ്ങളുണ്ട്, എത്രയോ കാര്യങ്ങളുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. സ്തോത്രം பண்ணுங்க, നിങ്ങൾ സ്തോത്രം ചെയ്യണം. നിങ്ങളുടെ പിള്ളകൾക്ക് സ്തോത്രം பண்ணி കൊടുங்க, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം ചെയ്യിക്കണം. പഠിക്കുന്ന പിള്ളകൾക്ക്, പഠിക്കുന്ന കുട്ടികൾ, വ്യാധി പിള്ളകൾക്ക്, രോഗികൾക്ക്, ഇനി ഫീസ് കൊടുക്കുന്നത്, അവർക്ക് ഫീസ് കൊടുക്കുക, കല്യാണത്തിക്ക്, വിവാഹത്തിന് വളർന്ന പിറക്കവില്ല, മക്കൾ ജനിക്കുന്നില്ലേ, ഇനി ഏതാനും പ്രശ്നം ഇരിക്ക, മറ്റെന്തെങ്കിലും പ്രശ്നം, മനവിക്കിടയിൽ സണ്ട ഇരിക്ക, ഭാര്യഭർത്താക്കന്മാരുടെ ഡൈവേഴ്സുക്ക് പോകാമ നേരെ കരങ്ങളെ ഉയർത്തി സ്തോത്രം பண்ணுங்க, ഡിവോഴ്സിന് പോകാൻ നേരെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. അത് ആണ്ടവർ சொன்னார். അതാണ് ദൈവം പറഞ്ഞത്. യഹോശാഫാത്ത് എന്ന രാജാവുക്ക്, യഹോശാഫാത്ത് എന്ന രാജാവ് വന്ന വേളയിൽ യുദ്ധം വന്നപ്പോൾ യേശയ്യപ്പച്ചൻ തന്നെ വിഷയം എന്താ, യേശയ്യപ്പച്ചൻ പറഞ്ഞ കാര്യം 2 നാളാകമം 20-ാം അധികാരം മുതൽ 24 വചനം, 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 24 വാക്യങ്ങൾ. യഹോശാഫാത്ത് രാജാവ്, അമോന്യർ, സെയീർ കുടികൾ, മോവാബ്യർ യുദ്ധത്തിന് വന്നാர்கள். യുദ്ധത്തിന് വന്നു. അപ്പൊ രാജാ കേട്ടാർ. അപ്പോൾ രാജാവ് എന്നെ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണമോ ഇല്ല ഏതാവത് ചെയ്യ വേണ്ടുമോ? യുദ്ധം ചെയ്യണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യണമോ? അത് നല്ല രാജ, തന്റെ നല്ല രാജ. ദാവീദെ പോലെ നടത്തിപ്പ് കേൾക്കുന്ന രാജ, ദാവീദിനെ പോലെ നടത്തിപ്പ് ചോദിക്കുന്ന രാജ, ദാവീദെ പോലെ ദേവസിത്തം ചെയ്യുന്ന രാജ, ദാവീദിനെ പോലെ ദൈവേഷ്ടം ചെയ്യുന്ന രാജ, ദാവീദെ പോലെ ദേവനുക്ക് ഭയപ്പെടുന്ന രാജ, ദാവീദിനെ പോലെ ദൈവത്തെ ഭയപ്പെടുന്ന രാജാവ്, നീതിമാനാകിയ രാജ, നീതിമാനായ രാജാവ്, ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. சொன்னார். കർത്താവ് പറഞ്ഞു, ഈട്ടി ഒന്ന് എടുക്ക വേണ്ട, എന്റെ കുന്തമൊന്നും എടുക്കണം, കൊഹാത്യരെ കൂപ്പിടുക, നീ ലേവിരെ വിളിക്കുക. അവർ നല്ല ശബ്ദം ഉയർത്തി, അവർ നല്ല ശബ്ദമുയർത്തി, കർത്തർ നല്ലവർ അവർ കിരുബ എന്തുമുള്ളത് എന്ന് ആർപ്പരിയുങ്ങൾ, യഹോവ നല്ലവൻ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആർപ്പിടുക. അതേ അധികാരം 19-ാം വചനത്തിലിരുന്ന് വാസിக்கிறோம். അത് അധ്യായത്തിന്റെ 19-ാം വാക്യം തൊട്ട് വായിക്കും. அப்படியே அவர்கள் செய்தார்கள். അങ്ങനെ അവർ ചെയ്തു. ജനങ്ങളെ കൂപ്പിട്ട്, ജനങ്ങളെയൊക്കെ വിളിച്ചു, യുദ്ധത്തിന് പോവേണ്ട, യുദ്ധത്തിന് പോകേണ്ട, ഇങ്ങ വാങ്ങ, എല്ലാവരും ഇവിടെ വരിക, വനാന്തരத்துக்கு വാങ്ങ, ഈ മരുഭൂമിയിലേക്ക് വരിക, ശബ്ദമുയർത്തി, കർത്തർ നല്ലവർ അവർ കിരുബ എന്തുമുള്ളത് എന്ന് ആർപ്പരിക്ക சொன்னார். ദൈവം നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ആർപ്പരിക്കുമ്പോൾ, അങ്ങനെ ആർപ്പിടുമ്പോൾ ശത്രുക്കൾ മധ്യയിൽ പെരിയ കലക്കമുണ്ടായി, ശത്രുക്കളുടെ ഇടയിൽ ഒരു കലക്കമുണ്ടായി. ആദ്യം സെയീർ കുടികൾക്കും അമോന്യർ മോവാബ്യർക്കും ഇടയിൽ ഒരു കലക്കം, ആദ്യം മോവാബിരും അമോന്യരും സെയീർ പർവ്വത നിവാസികളും തമ്മിൽ ഒരു കലക്കം, കൊല ചെയ്തു. അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. അമോന്യർക്കും മോവാബ്യർക്കും സണ്ട, അതിനുശേഷം അമോന്യരും മോവാബിരും അവരും വാസിக்கிறோം. അവിടെ വായിക്കുന്നത്, എല്ലാവരും മുറിയടിക്കപ്പെട്ടാர்கள், എല്ലാവരും ഛേദിച്ചു, ഒരുവരും തപ്പിക്കവില്ല, ആരും രക്ഷപ്പെട്ടില്ല. സ്തോത്രത്തിന് വല്ലമേ, അതാണ് സ്തോത്രത്തിന്റെ. ഒരു പാട്ടുണ്ട്, ഒരു പാട്ടുണ്ട്, സ്തുതി ചെയ്യ തുവങ്ങുമ്പോതെ കർത്തർ യുദ്ധം ചെയ്യ சொல்லுங்க, என்ன சொல்ல மாட்டீங்களே, துவங்குவார். ചിലരുടെ എണ്ണം ഇവർ ഇപ്പടി പോന്ന എപ്പം കൂട്ടം മുടിപ്പ ഒന്നും ഭയപ്പെടാതെ 4 മണിക്ക് മുടിച്ചു തറ. ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെ പോയെന്നൊരു യോഗം എപ്പോ അവസാനിക്കും, ഒന്നും വിഷമിക്കേണ്ട, 4 മണിക്ക് നിർത്താം. കഥയെല്ലാം പേസിട്ടേ പോലെ എപ്പം മുടിപ്പാരോ தெரியாது. ഈ കഥയെല്ലാം ഒന്നും ഭയപ്പെടാതെ 4 മണിക്ക് മുടിച്ചു തറ. നിങ്ങളൊന്നും പേടിക്കേണ്ട, 4 മണിക്ക് നിർത്താം. ദേവർക്ക് മഹിമ, ദൈവത്തിന് മുടിപ്പ പെട്ടെന്ന് അവസാനിപ്പിക്കും. കാരണം എനിക്ക് അനേകർ കലങ്കുറാങ്ക, കാരണം ഇന്ന് അനേകർ കലങ്ങുന്നു. ഒരു ചിന്ന മൂക്കിപ്പനി വന്ന ഉടനെ ഓട്ടം ആസ്പത്രിക്ക്, ചെറിയൊരു മൂക്കിപ്പനി വന്നാൽ ഉടനെ ആശുപത്രിയിലേക്ക്. അവൻ അങ്ങേയും കുത്തി ഇങ്ങേയും കുത്തി, അങ്ങേയും കട്ട് ചെയ്ത് ഇങ്ങേയും കട്ട് ചെയ്ത് ഇരിക്കുന്ന പണത്തെ എല്ലാം ചുരുടി കുട്ടി ഉന്നെ പിന്നെ പാഴ്സൽ പണി അനുപ്പറാങ്ക. അവിടെ കുത്തി ഇവിടെയും കുത്തി, അവിടെ മുറിച്ച് ഇവിടെ മുറിച്ച് ഉള്ള പണം എല്ലാം അടിച്ചു മാറ്റി അവസാനം നിങ്ങളെ പാഴ്സലാക്കി അയക്കുകയാണ്. ദേവനക്ക് മഹിമേ, ദൈവത്തിന്റെ മഹത്വം. നല്ല മരുന്ന്, നല്ല മരുന്നുണ്ട്. എന്നാ മരുന്ന്? എന്താണ് മരുന്ന്? എന്നാ മരുന്ന്? എന്താണ് മരുന്ന്? RPD. എന്നാ RPD? എന്താണ് RPD? എന്നാ RPD? എന്താണ് RPD? Resist the power of devil. പിശാചിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുക. സ്തോത്രം 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 എന്ന് ചൊല്ലുമ്പോഴേ, സ്തോത്രം 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 എന്ന് പറയുമ്പോൾ പിശാചിന്റെ മണ്ടയിൽ നീ ഗുണ്ട് പോടുക, പിശാചിന്റെ തലയിൽ നിങ്ങൾ ഒരു ബോംബ് ഇടുക. ദേവന്റെ നാമം മഹിമപ്പെടുക, ദൈവനാമം മഹത്വപ്പെടുന്നു. ഇത് ഗുണ്ട് വീഴുന്നത്, ഈ ബോംബ് വീഴുന്നു, ദേവന്റെ നാമം മഹിമപ്പെടുന്നു, ദൈവനാമം ഉയരുന്നു. അടുത്ത ഗുണ്ട് വീഴുന്നത്, അടുത്ത ബോംബ് വീഴുന്നു. അപ്പടി പിശാച് അവിടെ ബലവീനപ്പെട്ട് 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 ഓടിപ്പോവാം. അങ്ങനെ പിശാച് ബലഹീനപ്പെട്ട് 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 ഓടിപ്പോകും. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. എത്രയോ സാക്ഷികളുണ്ട്, എത്രയോ സാക്ഷികളുണ്ട്. ആയാൽ ദയവ് ചെയ്ത് സ്തോത്രം പണ്ണുങ്ക. അതുകൊണ്ട് ദയവായി സ്തോത്രം ചെയ്യണം. சின்ன பிள்ளைகளும் கூட ஸ்தோத்திரம் பண்றாங்க, ചെറിയ കുട്ടികളും സ്തോത്രം ചെയ്യുന്നു. ഒരു വിഷയം மட்டும் சொல்றேன். അണ്ണാ നഗറിലെ ഒരു വിശ്വാസി, അണ്ണാ നഗറിലെ ഒരു വിശ്വാസി
അപ്പൊ ടീച്ചേഴ്സ് മീറ്റിംഗ്, ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് നടക്കും. ഞങ്ങൾക്ക് ഇരുമ്പിലൂരിൽ ടീച്ചേഴ്സ് മീറ്റിംഗ്, ഇരുമ്പിലൂര് ടീച്ചേഴ്സ് മീറ്റിംഗ് നടക്കും. ടീച്ചേഴ്സ് മീറ്റിംഗ് കിட்ட 3000 പേര് വരുവാങ്ക. അവിടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ മീറ്റിംഗിന് ഏകദേശം 3000 പേര് വരും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ இந்த പയ്യൻ சொன்ன நானும் கூட ടീച്ചേഴ്സ് മീറ്റിംഗിൽ വരാം. ഈ കുഞ്ഞു പറയുകയാണ്, പിതാവ് ചോദിച്ചു നീ എന്തിനാ വരുന്നേ? ഇല്ല എനിക്ക് പാസ്റ്റർ എംടിയെ പാക്കണം, എനിക്ക് പാസ്റ്റർ എംജിയെ കാണണം. എതുക്കട എംടിയെ പാക്കണം? എന്തിനാണ് പാസ്റ്റർ എംജിയെ കാണുന്നത്? ജോം പണ്ണണം, പ്രാർത്ഥിക്കണം. അവന്റെ തലയിൽ അങ്ങും ഇങ്ങും 4 മുടി, എല്ലാം വളക്കത്തലതാണ്. അവന്റെ തലയിൽ അവിടെ മാത്രം 3-4 മുടിയുണ്ട്, ബാക്കിയെല്ലാം കഷണ്ടി ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ. എന്റെ തലയെ പത്തീങ്ങളാ? ഇപ്പൊ എന്റെ തല കണ്ടോ? അവർ ജപിത്താൽ താൻ പ്രാർത്ഥിച്ച മുടി വളരും. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസം. ഞാനും വരും. ശരി പോകാന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. இப்படி உட்கார்ந்துட்டு യോഗം കഴിഞ്ഞ് ഞാൻ அப்பாவும் மகனும் வந்தார். പിതാവും മകനും വന്നു. என்ன விஷயம்? ഞാൻ ചോദിച്ചു എന്താ വിഷയം? முதல் நானும் கேட்டேன், ഈ തമ്പി എതുക്കാக நீங்க ടീച്ചേഴ്സ് മീറ്റിംഗ് കൊണ്ടുവന്നീங்க? ആദ്യം ഞാനും ചോദിച്ചു ഈ കുഞ്ഞിനെ എന്തിനാണ് ടീച്ചേഴ്സ് മീറ്റിംഗിന് കൊണ്ടുവന്നത്? പിള്ളകളെ കൊണ്ടുവരക്കൂടാതെ ഒരു പ്രമാണമുണ്ട്, കുട്ടികളെ കൊണ്ടുവരുന്നതാണ് പ്രമാണം. കേട്ടെ, എതുക്കിന്റെ പിള്ളകളെ എല്ലാം കൂട്ടിട്ട് വന്നീங்க? ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ കുട്ടികളെ? അവർക്ക് ഉങ്ങളെ പാക്കണമാ, അല്ല പാസ്റ്ററിനെ കാണണം, ജപിക്കണമാ, പ്രാർത്ഥിക്കണം. അവന്റെ തല പാരുക പാസ്റ്റർ, അവന്റെ തല നോക്കുക. പരിതാപം, വളരെ പരിതാപകരം. പരിതാപകരം വളക്കത്തല്ലേ എന്നെ പറവല്ല. മുഴുവനും കഷണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങ ഇങ്ങ റൗണ്ട് മുടി. ഇത് അവിടെ വട്ടത്തിൽ കുറച്ച് വരുമ്പോ അവനെ പരിഹാസം പണ്ണാമൽ ഇരുപ്പാങ്കളാ? വളർന്നു വരുമ്പോൾ അവനെ കളിയാക്കാതിരിക്കുവോ? കല്യാണം പண்றதுக்கு ഏതാതും പെണ്ണെ കിടക്കുമോ? കല്യാണം കഴിക്കുവാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടുവോ? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാൻ சொன்ன തമ്പി കൈപിടി. അപ്പൊ ഞാൻ പറഞ്ഞു മകനെ കൈ 10 കല്ലെട്, നീ 10 കല്ലെടുത്തോണ്ട് വാ. 10 കല്ലെട്, 10 കല്ല് ഇപ്പടി കൈപിടി, ഇങ്ങനെ കൈപിടിക്കണം. സ്തോത്രം 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 10 സ്തോത്രം. ഒരു കല്ലെടുത്ത് ഇങ്ങ പോയി 10 സ്തോത്രം ചെയ്തിട്ട് ഒരു കല്ലെടുത്ത് ഇപ്പുറത്ത് വെക്കണം. സ്തോത്രം സ്തോത്രം ഒരു കല്ലെടുത്ത് പോയി, വീണ്ടും 10 സ്തോത്രം ഒരു കല്ലെടുത്ത് പോയി, വീണ്ടും കല്ലെടുത്ത് 10 കല്ലെടുത്ത് പോയി, 10 കല്ലെടുത്ത്. അപ്പൊ 100 സ്തോത്രം. അപ്പൊ 100 സ്തോത്രം അവൻ അപ്പടിയേ ചെയ്താ. അവൻ അങ്ങനെ തന്നെ ചെയ്തു, അപ്പടിയേ ചെയ്താ, അങ്ങനെ തന്നെ ചെയ്തു. തകപ്പൻ മറന്നു വിട്ട, പിതാവ് അത് മറന്നുപോയി. കാലയില് കല്ലെടുത്ത് ഇപ്പടി വിളയാടുற മാതിരി. എന്നടാ കാലിലേ കല്ലിൽ വിളയാടുற? രാവിലെ കല്ലെടുത്ത് കളിക്കുകയാണെന്ന് തനിക്ക് തോന്നി. എന്താ രാവിലെ കല്ലെടുത്ത് കളിക്കുന്നത്? ഞാൻ RPD செய்றேன். ഇല്ല പപ്പ, ഞാൻ RPD ചെയ്യുകയാണ്. നിങ്ങൾ എന്നെ ചെയ്താലേ എന്താണ് RPD ചെയ്യും? അവർക്ക് വിളങ്ങിയ സ്തോത്രം ചെയ്യുന്നത് 40-ാം നാളിൽ 40-ാം ദിവസം മുഴുവൻ മുടിയും വളർന്നു ബാർബർ ഷോപ്പിൽ പോയി വെട്ടി. ഞായറാഴ്ച സാക്ഷി சொன்னாங்க. ഞായറാഴ്ച സാക്ഷി പറഞ്ഞു. ഇന്നിക്ക് അവനക്ക് മുഴു തലയിലും മുടി, അവന്റെ തല മുഴുവനും മുടിയാണ്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പിള്ളകളുടെ വിശ്വാസം പാരുങ്ക, ചെറിയ കുട്ടികളുടെ വിശ്വാസം. ദേവനെ അവിശ്വസിയാതീങ്ക, ദൈവത്തെ വിശ്വസിക്കുക. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദൈവിക സുഖത്തിൽ നാം നിലച്ചിരിക്ക വേണം. ദൈവിക രോഗശാന്തിയിൽ നാം കടം വാങ്ങാமல் ഉൻ കുടുംബത്തെ നീ നടത്ത வேண்டும். കടം വാങ്ങാതെ നിങ്ങളുടെ കുടുംബത്തെ നടത്തണം. പ്രശ്നങ്ങൾ സണ്ട ഇല്ലാமல் കുടുംബ வாழ்க்கையை നടത്ത வேண்டும். പ്രശ്നങ്ങളും ഷണ്ടയും ഒന്നും ഇല്ലാതെ കുടുംബ ജീവിതം നയിക്കണം. ഇതെല്ലാം ഉലകത്താരുടെ ജീവിതം, ഇതെല്ലാം ലോകക്കാരുടെ രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതം, മാംസത്തുകൂറിയവരുടെ ജീവിതം, ചെടികളുടെ ജീവിതം. അതല്ല നമ്മുടെ ജീവിതം, അതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ വീട്ടിൽ സണ്ട ഇരിക്കക്കൂടാതെ, നമ്മുടെ വീട്ടിൽ മனைவிக்கும் പുരുഷനുക്കും ഇടയിൽ സണ്ട, ഭാര്യ ഭർത്താക്കന്മാരുടെ അയൽവക്കക്കാരോട് സണ്ട, അയൽവക്കക്കാരുടെ വഴക്ക്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കടം വാങ്ങി കുവിക്കറായി, കടം വാങ്ങി കൂട്ടരുത്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതൊന്നും ദേവസിത്തമില്ല, അതൊന്നും ദൈവഹിതമല്ല. സ്തോത്രം പണ്ണ്, നീ സ്തോത്രം ചെയ്യുക. നിശ്ചയமாக ദേവൻ ആശീർവദിപ്പാർ. തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും. എത്രയോ കഥകൾ, എനിക്ക് അനുഭവങ്ങൾ ഉണ്ട്, എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതെല്ലാം ഇപ്പൊ നേരമില്ല, അതെല്ലാം പറയാൻ സമയം. இந்த സ്തോത്രത്തെ നിങ്ങൾ പണ്ണുങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ സ്തോത്രം ചെയ്യുക. സ്തോത്രം പണ്ണുമ്പോൾ 6 കണ്ടീഷൻ. സ്തോത്രം ചെയ്യുമ്പോൾ 6 വ്യവസ്ഥ. ഒരു മന, ശരീരത്തിൽ ഒരു മനം, നിന്റെ ശരീരത്തിൽ ഒരു ഏകാഗ്രത, മനതിൽ ഒരു മനം, മനസ്സിലൊരു ഏകാഗ്രത, രണ്ടാമത് വിശ്വാസത്തിൽ, മൂന്നാമത് വിശ്വാസം, നാലാമത് അഭിഷേകത്തിൽ, നാലാമത് അഭിഷേകത്തിൽ, അഞ്ചാമത് കുറിക്കപ്പെട്ട ഒരു ടൈം എടുത്ത്, അഞ്ചാമത് നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്ത് 90 നാൾ, 90 ദിവസം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മനതിൽ ഒരു മനം തേവ, മനസ്സിലൊരു ഏകാഗ്രത വേണം. ശരീരത്തിൽ ഒരു മനം തേവ, ശരീരത്തിലും ഒരു ഏകാഗ്രത വേണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു മനം എന്ന് சொன்னால், ഒരു മനസ്സിൽ ഏകാഗ്രത എന്ന് പറഞ്ഞു. SBI ബാങ്കിനുடைய സിംബൽ മാതിരി. SBI ബാങ്കിന്റെ സിംബൽ പോലെ. എന്നാ SBI ബാങ്ക് സിംബൽ? എന്താണ് SBIയുടെ സിംബൽ? ഒരു പാട്ടിയമ്മ ഊസിൽ നൂലേറ്റുവാങ്ക, ഒരു വല്യമ്മച്ചി കരകളെ ഉയർത്തുങ്ക, ഒരു വല്യമ്മച്ചി നൂല് കോർക്കുന്നതാണ്. ഒരു പാട്ടിയമ്മ ഉക്കാന്നിട്ട് ഊസിയിൽ നൂല് പിടിച്ചിട്ട് ഇരിക്കും. ഒരു വല്യമ്മ SBI ബാങ്കിനുടെ സിംബൽ. അതാണ് SBI ബാങ്കിന്റെ സിംബൽ. ഒരു മനോ, അതാണ് ഒരു മനസ്സിൽ ഏകാഗ്രത. ദൈവത്തിന് ഊസിയെ വെച്ച് ഒരു സൂചി എടുത്ത് സണ്ട പോട്ട് വഴക്കുണ്ടാക്കി. എന്നെ പண்றேன் പാര്, എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. നൂലേറ്റാൻ മുടിയുമോ? നൂല് കയറ്റാൻ പറ്റുമോ? ഇല്ല.
നിന്റെ ശരീരം ഒരു മനമായിരിക്കണം. എന്റെ ശരീരത്തിലേക്കാക്കരുത്. കൈ ആടക്കൂടാ. കൈ ആടരുത്. ഉന്റെ മനസ്സ് ഇങ്ങേ ഇരിക്കണം. മനസ്സ് അവിടെ ആയിരിക്കണം. കണ്ണ് ഇങ്ങേ ഇരിക്കണം. കണ്ണ് അവിടെ ആയിരിക്കണം. അപ്പൊ എന്താ ഊസിയിൽ നൂലേറ്റ മുടിയും. അപ്പോൾ തന്നെ നൂല് കോർക്കാൻ കഴിയും. ശരീരത്തിലെ ഒരു മനം. ഇതാണ് ശരീരത്തിന്റെ കണ്ണുകളെ മൂടി, കണ്ണുകളെ അടച്ച്, കരങ്ങളെ ഉയർത്തി. കരങ്ങളെ ഉയർത്തി. കരങ്ങളെ ഉയർത്തണം. എന്തിനാണ് കരങ്ങളെ ഉയർത്തുന്നത്? വിരൽ ரொம்ப കൊളപ്പടി. ഈ വിരൽ വളരെ പ്രശ്നമാണ്. സ്വോത്രം ചെയ്യുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. പേനൊക്കെ എടുത്ത് സ്വോത്രം 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 ഇല്ല, മൂക്കിൽ പോയിട്ട് സ്വോത്രം 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 എന്തെല്ലാം കൊളപ്പടി പണ്ണു. എന്തെല്ലാം പ്രശ്നം ചൊറിഞ്ഞ് ഇങ്കയും ചൊറിഞ്ഞ് ഇതാ സ്വോത്രം. ആണ്ടൊരു പാത്തിട്ടേ ഇരിക്കാറ്. ആണ്ടോട് മുന്നാലെ സ്വോത്രം 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 ആണ്ട് എന്നാ ചെയ്യുവാര് വയറ്റിലൊരു കുത്തിട്ട് ഇങ്ങനെ ദൈവത്തിന്റെ ചിലർക്ക് ജപത്തേക്ക് വന്നോടനെ വയറ്റ് വലി വരുന്നു. അതാണ് ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് മണ്ടയിലടി, ചിലർക്ക് തലവേദന. അതാണ് ദേവനക്ക് മഹിമേ. ദൈവത്തിന്റെ എൻ സമൂഹത്തെ നീ അലക്ഷ്യം പണ്ണുകറായ്. എന്റെ സന്നിധിയെ നീ അലക്ഷ്യം, പരിശുദ്ധത്തെ അലക്ഷ്യം പണ്ണുകറായ്. വിശുദ്ധി അലക്ഷ്യമാക്കും. പരിശുദ്ധത്തെ പരിശുദ്ധ കുലച്ചലാക മാറ്റുകറായ്. വിശുദ്ധി അശുദ്ധിയാക്കി മാറ്റും. ഞാൻ ഉന്നെ ആശീർവദിക്ക മുടികരുതില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ഒരു മനതോടെ നീ ഏകാഗ്രതയോടെ എൻ സന്നിധിയിൽ വാ. എന്റെ സന്നിധിയിൽ ഞാൻ ഉന്നെ ആശീർവദിപ്പേ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വിട്ട് വിലകുവതുമില്ല, കൈവിടുവതുമില്ല. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വിരോധமாக എളുമ്പുകിற എന്തായുധവും വായിക്കാമൽ പോം. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. ദേവജനമേ, ദൈവജനമേ, നാം താൻ ഉലകത്തേക്ക് ഒളിയായി ഇരിക്കണം. നാം ലോകത്തിന് വെളിച്ചമാണ്. നമ്മുടെ വീട്ടിലെ സണ്ടകൾ മാറട്டும். നമ്മുടെ വീട്ടിലെ വഴക്ക് മാറട്ടെ. കടൻ ഇല്ലാமல் ജീവിക്ക പഴകുങ്ക. കടമില്ലാതെ ജീവിക്കാൻ പഠിക്കുവിൻ. എത്രയോ വിശ്വാസികൾ കടനില്ലാமல் ജീവിക്கிறார். എത്ര വിശ്വാസികൾ കടമില്ലാതെ ജീവിക്കുന്നു. അതിലൊരുവർ താൻ തിരുവനന്തപുരത്തെ പൗലോസ്, സ്റ്റാൻലി പൗലോസ്. അതിലൊരാളാണ് തിരുവനന്തപുരത്തെ സ്റ്റാൻലി പൗലോസ്. നാഗർകോവിലെ സൗന്ദർരാജ്. നാഗർകോവിലെ സൗന്ദർരാജ്. എത്രയോ പേരെ എനിക്ക് சொல்ல முடியும். എത്ര പേരെ എനിക്ക് പറയാൻ കഴിയും. എല്ലാം കടനിൽ മുഴുകിനവങ്ക. ഇവരെല്ലാം കടത്തിൽ മൂടിപ്പോയവരാണ്. സ്തോത്രത്തിന് അவ்வளവും വല്ലമയുണ്ട്. സ്തോത്രത്തിന് അത്രത്തോളം ശക്തി. അടിക്കടി സ്തോത്രം പണ്ണുങ്കன்னு சொல்லுகிறோம். അതുകൊണ്ടാണ് ഞാൻ അടിക്കടി സ്തോത്രം ചെയ്യുന്നത്. ഈ വിധமான സ്തോത്രം ചെയ്യാൻ നമ്മുടെ വീടുകളെല്ലാം സ്തോത്രത്തിൻ വീടാക മാറ്റപ്പെടെ ഉദവി ചെയ്യുമ്പടിയാക എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രം പണ്ണുவோம். സ്തോത്രം 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 സ്തോത്രം. എല്ലാ പിള്ളകളും സ്തോത്രം പണ്ണുക. കുട്ടികളെല്ലാം സ്തോത്രം ചെയ്തോട്ടെ. സ്തോത്രം 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 സ്തോത്രം.